നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് ലഹരിയുടെ പിടിയിൽ പെട്ടുപോയാൽ അവരോടതിനെക്കുറിച്ച് എങ്ങനെ സംസാരിക്കും? ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിൽ സംസാരിക്കേണ്ടി വരുന്ന ഏറ്റവും കഠിനമായ ഒരു കാര്യമായിരിക്കും അത്. ആ സംഭാഷണം എങ്ങനെ സ്നേഹത്തോടെയും അതേസമയം ഫലപ്രദമായും നടത്താമെന്ന് നമുക്കിന്ന് നോക്കാം. ഇത് സംസാരിക്കാൻ പോകുമ്പോൾ ഒരു പേടിയുണ്ടാവോ അല്ലേ? ഞാൻ പറയുന്നത് എന്തെങ്കിലും തെറ്റായി പോകുമോ, അല്ലെങ്കിൽ കാര്യങ്ങൾ ഇതിലും വഷളാവുമോ? അങ്ങനെയുള്ള ആശങ്കകളൊക്കെ വളരെ വളരെ സ്വാഭാവികമാണ്. പക്ഷെ ഒന്നോർക്കുക, നമ്മുടെ ശരിയായ ഒരു സമീപനം, ഒരൊറ്റ സംഭാഷണം ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നേക്കാം. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമാക്കാൻ നമുക്ക് ഈ വിഷയത്തെ 5 ഘട്ടങ്ങളായിട്ടൊന്ന് നോക്കാം. 1. ഈ സംഭാഷണത്തിന്റെ പ്രാധാന്യം. 2. അതിനുവേണ്ടിയുള്ള ശരിയായ സാഹചര്യം ഒരുക്കുന്നത്. 3. വാക്കുകൾ എങ്ങനെ ശ്രദ്ധയോടെ ഉപയോഗിക്കാം. 4. ഒരുപക്ഷെ അവർ നിഷേധിച്ചാൽ അതിനെങ്ങനെ മനസ്സിലാക്കാം. പിന്നെ 5. രോഗമുക്തിയിലേക്കുള്ള യാത്ര. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഈ ഒരു വെല്ലുവിളി നേരിടുന്ന ആദ്യത്തെയാൾ നിങ്ങളല്ല. നിങ്ങളിതിൽ ഒറ്റയ്ക്കല്ല. അതുകൊണ്ടുതന്നെ ഇതിന് ഫലപ്രദമായ വഴികളുമുണ്ട്. ശരിയാണ്, നിങ്ങളെപ്പോലെ ഈ ഒരു അവസ്ഥയിലൂടെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനു മുൻപ് കടന്നുപോയിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങളിൽ നിന്നെല്ലാം നമുക്കൊരുപാട് പഠിക്കാനുണ്ട്, അല്ലേ? ആ പാഠങ്ങളാണ് നമ്മളെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, അതായത് ശരിയായ ഒരു സാഹചര്യം ഒരുക്കുക. നമ്മളൊരു വാക്ക് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത്. ശരിയായ സമയവും സ്ഥലവും തിരഞ്ഞെടുക്കുക. ഇവിടെ 3 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1. സ്വകാര്യമായി സംസാരിക്കാൻ പറ്റിയ ശാന്തമായ ഒരിടം കണ്ടെത്തുക. 2. ഏറ്റവും പ്രധാനം, അവർ ലഹരിയുടെ സ്വാധീനത്തിലല്ലാത്തപ്പോൾ സംസാരിക്കുക. 3. ശാന്തമായ ഒരു നിമിഷം തിരഞ്ഞെടുക്കുക. അതായത് ഭയങ്കര സന്തോഷത്തിലോ അല്ലെങ്കിൽ ഭയങ്കര സങ്കടത്തിലോ ഇരിക്കുമ്പോൾ സംസാരിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം കിട്ടണമെന്നില്ല. കാരണം സമയം ശരിയല്ലെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ഒരു മറുപടിയായിരിക്കും നമുക്ക് കിട്ടുക. അവർക്കതൊരു അറ്റാക്കായിട്ട് തോന്നും. അവരെ നമ്മളെ കുറ്റപ്പെടുത്താൻ നോക്കും. അതുകൊണ്ടാണ് അശാന്തമായ ഒരു നിമിഷം അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാവുന്നത്. ശരി, ഇനി 3ാമത്തെ ഭാഗത്തേക്ക് കടക്കാം. വാക്കുകൾ. ഇത് വളരെ പ്രധാനമാണ്. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ഒരു മരുന്നുപോലെയും പ്രവർത്തിക്കാൻ പറ്റും, ഒരു മുറിവ് പോലെയും പ്രവർത്തിക്കാൻ പറ്റും. സംഭാഷണം ഒരു കുറ്റപ്പെടുത്തൽ പോലെ തോന്നാതെ സ്നേഹത്തോടെയും കരുതലോടുകൂടിയും അവതരിപ്പിക്കണം. ഇവിടെയാണ് ഞാൻ നീ പ്രയോഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. നീ എന്ന് പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം എനിക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുക. നോക്കൂ, നീ ഈ കുടി നിർത്തണം എന്ന് പറയുമ്പോൾ അതൊരു അറ്റാക്കാണ്. പക്ഷേ എനിക്ക് നിന്നെക്കുറിച്ച് ഉത്കണ്ഠയുണ്ട് എന്ന് പറയുമ്പോഴോ അത് കരുതലായിട്ടാണ് തോന്നുക. ഇതൊരു നല്ല ഉദാഹരണമാണ്. നമുക്കിങ്ങനെ പറഞ്ഞു നോക്കാം: നീ ഈയിടെയായി ഒരുപാട് മദ്യപിക്കുന്നതിൽ എനിക്ക് ഉത്കണ്ഠയുണ്ട്. കണ്ടോ, ഇതിൽ കുറ്റപ്പെടുത്തലില്ല, സ്നേഹവും ഉത്കണ്ഠയും മാത്രമേയുള്ളൂ. നമ്മുടെ ലക്ഷ്യം അവരെ സഹായിക്കുക എന്നതാണ്. അപ്പോ വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കണം. ഓക്കെ, നമ്മൾ ഇത്രയൊക്കെ ശ്രദ്ധിച്ച് സംസാരിച്ചാലും അവരത് സമ്മതിച്ചു തരണമെന്നില്ല. ഒരുപക്ഷെ അവർ നിഷേധിച്ചേക്കാം. ഈ നിഷേധം വളരെ സാധാരണയായി കാണുന്നൊരു പ്രതികരണമാണ്. അതുകൊണ്ട് നമ്മൾ അതിനായി മാനസികമായി തയ്യാറെടുക്കണം. ഈ നിഷേധം എന്ന് പറയുന്നത് അവർ മനഃപൂർവ്വം നമ്മളോട് കള്ളം പറയുന്നതായിരിക്കില്ല. അതൊരു ഡിഫൻസ് മെക്കാനിസമാണ്, ഒരു പ്രതിരോധമാണ്. ആസക്തി കൊണ്ടുണ്ടാകുന്ന വേദന, നാണക്കേട്, അതിൽ നിന്നൊക്കെ സ്വയം രക്ഷിക്കാനുള്ള ഒരു ശ്രമം. അതുകൊണ്ട് അവർ നിഷേധിക്കുമ്പോൾ ദേഷ്യം വരാതെ അത് പേഴ്സണലായി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. അവർ നിങ്ങളെ പറ്റിക്കുകയല്ല, സത്യത്തിൽ അവർ സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഓർക്കുക, ഇതും ആ രോഗത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ശരി, ഇനി അവസാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ ഭാഗത്തേക്ക് വരാം: രോഗമുക്തിയിലേക്കുള്ള യാത്ര. കാരണം നമ്മൾ നടത്തുന്ന ഈ സംഭാഷണം ഒരു തുടക്കം മാത്രമാണ്, ഒരു അവസാനമല്ല. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്: ലഹരിയോടുള്ള ആസക്തി ഒരു സ്വഭാവദോഷമല്ല, അതൊരു രോഗമാണ്. പ്രഷറോ ഷുഗറോ പോലെ ഒരു അസുഖം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ചികിത്സയുണ്ട്, ഇത് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്. ഇന്ന് ഒരുപാട് തരം ചികിത്സാരീതികൾ ലഭ്യമാണ്. ഡീടോക്സിഫിക്കേഷൻ, റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, മരുന്നുകൾ ഉപയോഗിച്ചുള്ള ചികിത്സ, സപ്പോർട്ട് ഗ്രൂപ്പുകൾ, അങ്ങനെ പല വഴികളുണ്ട്. ഇതിൽ ഏതാണ് അവർക്ക് ഏറ്റവും നല്ലത് എന്ന് കണ്ടെത്താൻ ഒരു പ്രൊഫഷണലിന്റെ സഹായം തേടാവുന്നതാണ്. അവസാനമായി പറയാനുള്ളത് ഇത്രമാത്രം: അവരെ കൈവിടരുത്. ഈ യാത്ര ചിലപ്പോൾ ഒരുപാട് സമയമെടുത്തേക്കാം, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും ഒരു ജീവിതം തന്നെ രക്ഷിക്കാൻ സാധിക്കും. സംസാരം നിർത്തരുത്,
അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് സഹായകമായി എന്ന് വിശ്വസിക്കുന്നു. ഇതേ അവസ്ഥയിലൂടെ കടന്നുപോകുന്ന മറ്റൊരാൾക്ക് ഒരുപക്ഷേ ഇതൊരു സഹായമായേക്കാം. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മടിക്കരുത്. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുമല്ലോ. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണാം.